കുത്തി കുത്തി ചൂരമാന്ത് കുതിരക്കുട്ടനെ പോലെ കുതിച്ചിട്ട് തീരക്കുത്തിൽ കരുത്തൻ ചുണ്ടൻ. இன்னைக்கு ஒரு புட்டி எல்லாரும் வாங்க. சபாஷ் ചന്ദ്ര അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഐശ്വര്യമായിട്ട് വലുതാൽ വെച്ച് തന്നെ ഇറങ്ങാം. ദൈവമേ, ഭാഗ്യം വലതുകാലം കുത്തിയില്ല. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ? മതി, ഇത് മതി, ഇത് ധാരാളം മതി. ഇപ്പൊ വീണേനെ. എന്താണെന്നറിയില്ല, ഓടി വരുമ്പോ കാല് സ്ലിപ്പ് ആവുന്നു. ഡോക്ടർ ഒന്ന് കാണിക്കണം. തമ്പി കീഴ ഇറങ്ങപ്പാ പ്ലീസ്. നിനക്ക് നാണമില്ലോടെ തെണ്ടി മതിരിയാടാ. ബോഡി വരെ ഓടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. നിന്റെ അച്ഛൻ കുണ്ടികളാം പോച്ചി. ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. എന്താണത്? മുൾക്കിരീടം? ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കൂടുതൽ നന്നായി പോയി. ഒറ്റ കീറ് വെച്ചതാണല്ലോ. അയ്യോ, താക്കോല് താഴെ പോയല്ലോ. താക്കോല് താഴെ വീണിട്ടുണ്ടേ. അയ്യോ, കൈകള് തമ്മിൽ കൂട്ടിയിടിക്കും. തുറക്ക്, തുറക്കടാ. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഇപ്പൊ വീണേനെ. ചെറിയമ്മയുടെ പല്ലുവേദന മാറിയോടെ. ഒരു പരട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ ആ ബാർ കൗണ്ടറിൽ നിൽപ്പുണ്ട്. ചേട്ടാ, ഒരു മിനിറ്റ് കണ്ണടം തരും. എനിക്ക് കണ്ണ് കണ്ടുകൂടോ? പിന്നെ എന്തിനാ ഇത് വെച്ചാ? ഇവിടെ ഫീസ് കുത്തിയ അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകും. ഇവനെന്താ സൈക്കിൾ ചവിട്ടണ? നീ അപസ്മാരകം വല്ലതാണോ? ഐസ് എടുത്തപ്പോ ഷോക്ക് അടിച്ചത്. ഐസിന്ന് ഷോക്ക് അടിച്ചെന്നോ? അതെങ്ങനെ ഷോക്ക് അടിക്കും? എന്താടാ ഇത് കഞ്ഞുടിക്കാത്ത പോലെ? ഒന്ന് ഉഷാറായിട്ട് പറയണ. എന്താ ഇടിച്ചു പൊളിക്കോ? പൊളിക്കും പട്ടി. ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. ആക്സിഡന്റ് ഉണ്ടാവും. പോവാ. നിനക്ക് അങ്ങനെ മനസ്സിലായി? ജീവൻ വേണമെങ്കിൽ ജയപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ എവരൊക്കെ തലേക്കറി. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എന്ത് വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. അല്ല, പ്രേതം വന്ന് വിളക്കൂതി. എന്താണെങ്കിലും കൂതി. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ. ഹലോ, ആരാത്? അമ്മമ്മ മനു. ഇയാൾക്ക് എന്താണ് വയ്യേ? പെണ്ണുമ്പിളെ പിടിക്കണം. തൽപരകശിയല്ല. നോട്ടി കഴിവേറി പഠിച്ച് തിരിക്കണം നിന്നെ. രക്ഷപ്പെട്ടേ. ഇതൊക്കെ ഏതാണോ? ഇതൊക്കെ എവിടുന്ന് ഇറങ്ങി വരുന്ന ഈ ഇതുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഈ വീട്ടിലെന്താ ഒരു ബഹളം? അത്രയ്ക്ക് ദേഷ്യം വന്നു. ചിക്കൻ ബിരിയാണി ആവശ്യപ്പെട്ട്
നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേരെ തന്തയ്ക്ക് പിറന്നവനാ. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പട്ടി മോനെ മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. അതേതാടാ ആ അവതാരം? ഒരാടാറ് ടീമാണ്. ആടാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആള് ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീറ്ററക്കൊരു കളി കളിച്ചാലാ? വെറുതെ അവനോട് എന്തിനാ അടി മേടിച്ചു കൊടുക്കുന്നത്? ഓ നെഗറ്റീവ്. ഹലോ മിസ്റ്റർ പവനായി. പവനനല്ല പൂവനൻ. ആനനൻ മോന്റെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഞങ്ങൾ പറയണത് മോൻ കേൾക്കണുണ്ട്. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ ഒന്നൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ്. എടാ ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലും ഒന്നും പറയുന്നില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. മീറ്റ് മിസ്റ്റർ പൗണൻ 4.1 അപ്ഡേറ്റിലെ പുതിയ AI ടീംമേറ്റ് ആണ് പൗണൻ. പബ്ജിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുകയും തഗ് റിപ്ലൈ കൊടുത്ത് ചോദിക്കുന്നവരുടെ വാ അടപ്പിച്ച് ലക്ഷറി തഗ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്യുന്ന പൗണൻ ഇങ്ങ് BGMIയിൽ വന്നപ്പോൾ റാൻഡം കയറി വന്ന് മൈക്ക് ഓൺ ചെയ്യാതിരിക്കുന്ന നമ്പർ 4നെ പോലെ എന്തേ മിണ്ടാട്ടം മുട്ടിപ്പോയത്? അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അവനല്ലടേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവനല്ല ഇവന്ന്. നീയല്ലേ ഉറപ്പിച്ചു പറഞ്ഞ അവനാണ് ഇവനെന്ന്? എപ്പ നിന്റെ ഓരോരോ ജൽപ്പനങ്ങളെ പോടപട്ടി. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ, ഒരു പണിക്ക് പോവാണ്ട്. എവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. മുമ്പിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടി പഴയ കൊലച്ചറിയും. വിസിൽ വിടിഞ്ഞ ചെറിയുള്ളി 2 കിലോ 100, ബീൻസ് 2 കിലോ 100, ബീൻസ് 2 കിലോ 100, വെണ്ടക്ക 3 കിലോ 100. എന്നെ കൊല്ലാൻ പോണടാ. നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞാടാ മൈൻഡ് ചെയ്യണ്ടെന്ന്. ഇടപെടടാ. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. നീ ഇവിടെ വെറുതെ നിന്നാ മതി. ഞാൻ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാലാ നീ ആ പുല്ലിന്റെ അടി പോയി വിളിക്ക്. ആര് കണ്ടില്ലെങ്കിലും പുല്ലിൽ പോയി ഒളിച്ചത് വേസ്റ്റ് ആവൂലേ? ഓണണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനൊന്നുമില്ല അത് പോകുന്നത്. വസന്ത പിടിച്ച താറാവനെ പോലെയാ. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല ചിട്ടാ. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഈശ്വര, അടുത്തത് നടുപ്പേജ് കീറി ഞാനുണ്ടെന്ന്. ഏത് പട്ടിക്ക് വേണം? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. എന്നെ നോയിച്ചാണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. സാരമില്ല, ഉണ്ട ചോറിന് ഒരല്പം നന്ദി കാണിച്ചു പോയി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കിരീടത്തിലെ മോഹൻലാൽ പോണല്ലേ? ദൈവമേ, ഇതവനല്ലേ ഭൂവനെ? ഇവനെപ്പ ചത്ത്? ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം. മനോഹരമായ ദിനങ്ങളായിരുന്നു. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അങ്ങനെ പവനായി ശവമായി. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? ഓന്റെ പണ്ട് ഞങ്ങൾ പുറത്തു കൊടുക്കും. അവനെ കൈവച്ച പുലനിന് നേരെ നിൽക്കൂല. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു. തൂക്കി മക്കളെ തൂക്കി. നീ വണ്ടി എടുക്കണം.
പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. ഞാൻ പോകുന്നു. ബൈ ബൈ. അന്ന് വന്നതും ഇതേന്നില്ല